നമ്മൾ വി ആർ ഇൻവൈറ്റിംഗ് അവർ ഫസ്റ്റ് മെമ്പർ. ആദ്യത്തെ മെമ്പറിന് ഇന്ന് സിറ്റിയിൽ വരാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ആദ്യത്തെ മെമ്പറിനെ നമ്മൾ അല്ലാതെ തന്നെ ഇതാണ്. ഞാൻ ആളെ ഒന്ന് ഫോൺ വിളിക്കാം. അപ്പോൾ ആദ്യത്തെ മെമ്പറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നമ്മുടെയൊക്കെ കൂടെ കുറേ കാലമായിട്ടൊക്കെ നടന്നിട്ടുള്ള ആളാണ്. സോ വി ആർ വെൽക്കമിങ് വാഗോസ് വില്ലി ടു TVA as TVA വില്ലി. ഞാൻ ജസ്റ്റ് വില്ലിയെ ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് അവന് സിറ്റിയിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വില്ലിയെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിക്കാം. വെൽക്കം. റേഡിയോയിൽ കേൾക്കാമെന്ന് പറയണേടാ അവൻ പറയണേ. ഇല്ല അവൻ പറഞ്ഞു പയ്യ ഒരു 14 ദിവസം കാണൂലേ. ഹലോ കേക്കാവോ? എടാ കേക്കാവോ? റേഡിയോ കേക്കാവോ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പൊ വില്ലി മോനെ വെൽക്കം ടു TVA. അപ്പൊ ഇവിടെ എല്ലാരും വ്യൂവേഴ്സിനോടും TVA മെമ്പേഴ്സിനോടും എന്താ പറയാനുള്ളത്? മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ചില ദിവസമൊക്കെ RP ചെയ്തിട്ടുള്ളൂ. ഇനി എല്ലാ ദിവസവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓ അപ്പൊ ഇനി മെറ്റ അടിച്ചാൽ നിന്റെ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഇനിയില്ല ഇനി മെറ്റില്ല. അത്ര അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സിറ്റി വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പൊ വെൽക്കം ടു TV ടാ. ഓക്കെ. സോ കള്ളനെയാണ് നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്തത്. കേസ് ഒരു സെക്കൻഡ് ഞാൻ ചാറ്റ് എടുത്തോട്ടെ. സോ ഒഫീഷ്യലി ഞാൻ ഇവിടെ പറഞ്ഞ സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് TVA വില്ലി ആണ്. അപ്പൊ ഇനി ഒരു 4 റിക്രൂട്ട്മെന്റ് കൂടെ നമുക്കുണ്ട്. അപ്പോൾ അടുത്ത റിക്രൂട്ട്മെന്റ് ഒരു പ്രോപ്പർ ഒരു ഗൺ പവർ വൈസുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. സോ ഒരു ഗൺ പവർ ബേസിസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കുറേ നല്ല ഗ്യാങ്ങുകളിൽ കുറേ നാളായിട്ട് RP കളിച്ചും PvPയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അടുത്തത്. സോ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ TVയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. വി ആർ വെൽക്കമിങ് ATX ഫ്ലഫി ടു TVA as TVA ഫ്ലഫി. എല്ലാം കൂടെ ഒരുമിച്ചിടാമേ ബാക്കിയില്ല. സ്റ്റീവിന്റെ റിക്വസ്റ്റ് സ്റ്റീവിന്റെ R34 ഡുവോ ആയിരുന്നു. വെൽക്കം ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് പറയാനൂടി. സ്റ്റീവിന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം R34 സ്റ്റീവിന്റെ ഡ്യുവോ ആയിരുന്നു ഫ്ലഫി. അപ്പോൾ ഫ്ലഫിയെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ സ്റ്റീവിനെയും കൂടെ വിളിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീവെ ഇപ്പുറത്തോട്ട് വാ, വെൽക്കം ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ വി ആർ വെൽക്കമിങ്. അപ്പൊ ഇനിയൊരു നമുക്ക് സ്റ്റീവിനൊരു കോംബോ ആയിട്ട് ഫ്ലഫിയും ദാമും ഉണ്ടാവും. രായ എന്തായാലും കൊണ്ടുവരുവാണോ? എന്താടാ ചേട്ടാ നീ ഒരു കോഹ്ലിയുടെ പുതിയൊരാള് ചന്ദ്രന്റെ ഗ്രാഫ് നേരെ താഴോട്ടാ, നേരെ താഴോട്ട്. നിന്റെ എന്തേലും ഒന്ന് പൊങ്ങിയിട്ട് എനിക്ക് കണ്ണടച്ചാ മതി. ഗ്രാഫോ മോക്കുര് പൊങ്ങി എവിടെ വരെ പൊങ്ങാനാണ്? ഇങ്ങോട്ട് ഒരു ഗുണമില്ലാത്തവരെടുത്താലും തിരിച്ചു കൊടുത്താലോ? ഓ അവനെ കൊടുത്തിട്ട് എടുക്കണം. അതാണ് ഇവിടെ ഇനിയിപ്പോ അവിടെ എടുക്കൂല അവനെ തിരിച്ച്. അവന്റെ ഗ്രാഫ് അങ്ങനെ താഴ്ത്താണ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ചെറുക്കനെ. ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻസി അറ്റ് ഇറ്റ്സ് പീക്ക്. ആളെ കാട്ടിയും ആളുടെ അനിയും കൊള്ളാം വീടും. എനിക്ക് തോന്നുന്നില്ല ഇവൻ കത്തിപ്പോയെന്ന് കേട്ടാ. ബരായ ചെറുതായിട്ട് ഇവിടെ
സ്ലോ ആണ് കുറച്ച് സ്ലോ ആണ്. ആള് എന്റെ മാത്രം ഒരു ചെറിയൊരു ഇതായതാണ്. 2 ലോഡ് കോഴിയാണ് വരാൻ കിടക്കുന്നത്. പെട്ടെന്ന് ലോറി വരുന്നതാണോ പുള്ളി? ആളിപ്പോ എത്തും. ആള് കാരണം 16.4K watching the stream, guys. എല്ലാവർക്കും welcome to the stream. Wow. ഈ ഒരു ഡിലേ മാത്രം നിങ്ങൾ സഹിച്ചാൽ മതി. Yes, ഒരു ആളെ വിളിച്ചിട്ട് അവന് വിളിക്കുന്നില്ല. എത്ര നേരം നമ്മള് ഡിലേ ആവില്ല. ഇല്ല അത് കുഴപ്പമില്ല. അത് ഇവനങ്ങ് വിളിച്ച് ഇവങ്ങ് കൊണ്ടുപോകട്ടെ. അല്ലെങ്കിൽ ഇവ സ്റ്റീവിന് കോഹ്ലിഡർ ആയ പോലെ ഒരു ഫീൽ കൂടി അവിടെ നിർത്താൻ കേട്ടോ. ദാമുടോ നിങ്ങൾ ഒരുമിച്ച് വിളിക്കാതെ വിഷമിച്ചിരിക്കരുത് കേട്ടാ. സാമുവിന്റെ പണ്ടത്തെ കപ്പിളായിരുന്നു ഫ്ലഫി. TV കാണാവോ? അവന്റെ കപ്പിളാണ് കളി. എടാ 100-3 ഗാങ്സ്റ്റർ നമ്മ ചെറുക്കം നമുക്ക് നടുത്ത് നിർത്താം. നടുക്ക് 100-3 വിക്കറ്റ്. എടാ ഇത് രാജസ്ഥാൻ ജയിക്കും. ചെന്നൈ തോറ്റപ്പോ കളിയാക്കി ചിരിച്ച RCB ഫാൻസിനെല്ലാം ഇന്ന് ദുഃഖദിനം. ചെന്നൈ തോറ്റപ്പോ കളിയാക്കി ചിരിച്ചവന്മാർക്കെല്ലാം ഇന്ന് എന്തിനാ ദുഃഖ ബുധനാഴ്ച. ഇന്ന് ദുഃഖ ബുധനാഴ്ച. എന്തായി രായ വന്നോ പൊക്കെടുത്തുകൂടി ഉറപ്പിക്കാൻ ഉറപ്പായി. എത്ര ഓവറായ മാച്ചാണോ ദേവേ? ജയിക്കണേ. CSKയുടെ രോദനം സത്യമാ. വിഷമമുണ്ടാ? എനിക്ക് വിഷമമുണ്ട്. ലമ്പറിൽ കൊണ്ട് ഇറക്കിയ ഇവിടെ TVS ആയിപ്പ് എൻട്രി ഐ ആം വെയിറ്റിംഗ്. നോക്കിയിരിക്കത്തേ ഉള്ളൂ. വാസണ ഇങ്ങനെ ഇപ്പം അണ്ണാ ഇങ്ങനെയാണ് ഇപ്പൊ പള്ളി ഓടിക്കണം. ഒന്ന് വാട്സാപ്പ് നോക്കിയേ. സത്യം നേരത്തെ കണ്ടില്ലേ? ഞാൻ ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് പറയാം. ഞാൻ അങ്ങനെ ചുമ്മാ തമാശയായിട്ട് പറയണത്. പക്ഷെ എനിക്ക് ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് RCB ഒരു കപ്പ് അടിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് കോഹ്ലി വൺ ഓഫ് എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാ. ഇവിടെ കുറെ നാളത്തെ എഫേർട്ട് ഉണ്ട്. അപ്പൊ ഒരു വട്ടം കപ്പ് അടിച്ച് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊരു കുറെ നാളെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഹലോ ഫഫി. ഹലോ എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? സുഖമാണോ? പിന്നെ ഭയങ്കര സുഖം. അപ്പൊ എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊണയൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. എന്തെങ്കിലും വെടിവെക്കുന്നോ സംസാരിക്കുന്നു. ഇപ്പൊ ആ പേരിലൊരു ഗത്തുണ്ടല്ലേ? എന്നാലും പറച്ചിലല്ല, പ്രവൃത്തിയാണ്. വെടിവീരനാണല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു RP ജേണി? എവിടെയാണ് തുടങ്ങിയത്? RP ജേണി ആദ്യം തുടങ്ങിയത് R34 R34 തുടങ്ങി. പിന്നെ ATX അപ്പൊ വെൽക്കം ടു TV. സിറ്റുവേഷൻസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. എന്നാ അറിയാലോ, ഞങ്ങള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി ബേസിസ് റിക്രൂട്ട്മെന്റ് ആണിത്. അങ്ങനെ അപ്പൊ ആക്ടിവിറ്റി ബേസിസ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശോകം. കാരണം നമുക്ക് ആക്ടിവിറ്റി കാര്യത്തിൽ കുറെ ഇതുള്ളത് കൊണ്ടാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ്സ് ഇത്രയും പേരെ ഒരുമിച്ചെടുക്കുന്നത്. അപ്പം എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇരിക്കണം എന്ന് പറയണില്ല. സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് സിറ്റിയിൽ ഉണ്ടാവണം. അതെ നിന്റെ സ്ഥലം അതേ പിന്നെ ചോദിച്ചോളാം. അതെ അപ്പൊ അപ്പുറത്തോട്ട് വിട്ടോ അവനെ കൊണ്ട്
ഗെയിം സെൻസ് അറ്റ് ഇസ് വീക്ക് എന്നോ ഗൈസ് എന്താണ് അഭിപ്രായം ഫ്ലഫിയുടെ അഭിപ്രായം ഒത്തിരി കണ്ടാ മതി ഈ ഒത്തരം എന്നും കണ്ടാ മതി സത്യം അതാണ് എനിക്ക് പറയാനുള്ളത് 2 ദിവസം കഴിയുമ്പോ അവന്റെ ബാബു അവിടെ ഭയങ്കര കൊതു ശീലമില്ല. ഇല്ല, അപ്പുറത്തോ അല്ല ഇതിൽ ഞാൻ ബാൻഡ് വിട്ടോ നിൽക്കും. കുഴപ്പമില്ല, അതല്ല മലയാളി ഇല്ല ഇവിടെ കോലി എന്താടാ ഞാൻ ആ പറഞ്ഞ ഓർഡറിലൊന്ന് വിളിക്കാവുന്ന കറക്റ്റ് ആളെ കൊണ്ടുവരാൻ. ഒരു കോമഡി ഉണ്ട് അപ്പുറത്തോ ചുമ്മാ. അണ്ണ ഒരു കോമഡി ഉണ്ട്. ഇവന്റെ പേര് ഫ്ലഫി എന്നല്ല, ഡാനക്സ് ഡി. ഇവന്റെ പേര് ഡാൻ എന്നാണ്. ടി വി ഡാൻ എന്നാണോ പുറത്തെ പേരാണ്. അയ്യോ അതങ്ങനെ ആ പേര് ഗാലക്സി കെവിൻ ആയ പോലെ ആയി പോടാ. ആ സത്യം മൊത്തം മാറിപ്പോവും. ഒറ്റ പേര് മതി. അതല്ല ഗാലക്സും ഇതുപോലെ ആയി പോകും സത്യം അണ്ണാ ഇവൻ അന്നേരത്തെ അറിയപ്പെടുന്ന ഫ്ലഫി എന്നാണ്. ഫ്ലഫി മതി അതല്ലേ നല്ലത് അതാണെന്നാലും ഫ്ലഫി ആണ് നല്ലത് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. പറഞ്ഞോ നമ്മള് ഫ്ലഫിന്ന് വിളിക്കും അത്രേ ഉള്ളൂ നമ്മള് ഫ്ലഫിന്ന് വിളിച്ചോളാം, അത്രേ ഉള്ളൂ. ശശിന്ന് പേര് മാറ്റി സോമെന്നാക്കിയാലും ശശിന്ന് തന്നെ വിളിക്കുന്നു. അത് എന്തൊരു അവസ്ഥ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് വിളിക്കാം. ആൻഡ് മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നതും ഒരു ഗൺ പവർ ബേസിസ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. മൂന്നാമത്തെ പ്ലെയറും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ഒരു പ്ലെയർ ആണ്. ആൻഡ് വി ആർ വെൽക്കമിങ് ടെക്സാസ് നിക് ടു TVA as TVA നിക്. വെൽക്കം ടു TVA ബ്രോ. Let's go. Nick Eden to TVA. ഇതൊക്കെ ആരാന്ന് അറിയണമെങ്കിൽ എല്ലാവരുടെയും RP കാണണം. എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാവുള്ളൂ. ഓ പറയാ എന്തോടാ ഇമ്മോർട്ടലാണല്ലേ? ഓ അടുത്ത ഇമ്മോർട്ടൽ പ്ലെയർ. ഹലോ നിക്കേ. ഹലോ കേക്കാവോ? കേക്കാം. അപ്പൊ വെൽക്കം ടു TVA ബ്രദർ. വെൽക്കം. ചെറിയൊരു പാവമാണ്. ഒരു കൊച്ചു ഇൻട്രോവേർട്ട് ആണ്. അണ്ണാ എന്റെ അടുത്ത് പറയാം ബ്രോ, ഞാൻ അധികം ആൾക്കാരോടൊന്നും സംസാരിക്കത്തില്ല, ഞാൻ ഒരു ഇൻവേർട്ടർ ആണെന്ന്. ഇൻട്രോവേർട്ടർ ടൈപ്പ് ചെയ്തോ മറ്റേ പ്രഡിക്ഷൻ വന്നതാണ്. ഞാൻ ഓർത്ത് ഇൻവേർട്ടർ. അതെന്താ എനിക്ക് പെട്ടെന്ന് ട്രിക്കിയുടെ കൂടെ ഇരുന്നാല് പുള്ളിക്ക് ഈ ഭാഷ നല്ല വശമുള്ള ഒരു പയ്യനാണ്. എല്ലാ ഗ്രാമർ എല്ലാം കറക്റ്റ് ചെയ്ത് തരുന്ന ഒരു പയ്യനാണ് നമ്മുടെ കൂട്ടത്തില്. പുള്ളിയെ വിളിച്ചോണ്ട് അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? പറയാൻ ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെ പറയരുത്. സന്തോഷമുണ്ട്. RP ജേണി എന്തായിരുന്നു? RP ജേണി ഒരു 2 ഇയർ മറ്റേ ഗ്രാൻഡിലായിരുന്നു, മറ്റേ ഇംഗ്ലീഷ്. ഗ്രാൻഡ് ഇംഗ്ലീഷുകാരനാണോ? നമുക്കവിടെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് സിയോണി 1.5 വർഷം ഇവിടെ ആയിരുന്നു. 1.5 വർഷം ടെക്സാസിലായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ എനിവേ എടാ, അപ്പൊ നമ്മുടെ ഇനിയുള്ള ഗൺ ഫൈറ്റുകളിലും ഇനിയുള്ള സിറ്റുവേഷനുകളിലും നിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സിറ്റിയിലും മെയിൻ, അതായത് സിറ്റുവേഷൻസ് ഉള്ളപ്പോ സിറ്റിയിൽ വരണം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഞങ്ങളൊരു ആക്ടിവിറ്റി ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടത്തുന്നത്. അപ്പൊ ഇനാക്റ്റീവ് ആവരുത്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ടൈം അങ്ങനെ ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒന്നുമില്ല ഇവിടെ. സിറ്റിയിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവുമ്പോ വരണം. അപ്പൊ വെൽക്കം ടു TVA ഫാമിലി ബ്രോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബാബു കൊണ്ടുവരും. ഒരു പയ്യൻ വന്നിട്ടുണ്ട്, മിസ്റ്റർ ഗജൂട്ടൻ. അണ്ണനെ വിളിക്കുന്നത്. ഒരു മിനിറ്റ്. ഹലോ ഹലോ പറ ബ്രോ. ബ്രോ എന്റെ ആഗ്രഹം TVയിലേക്ക് ആണോ? സ്ലോട്ട് ഉണ്ടെങ്കിൽ
ഇപ്പൊ ഒരു 5 എണ്ണം ഇപ്പൊ എടുക്കും. നാളെ ഒരു 5 എണ്ണം ഉണ്ട്. മറ്റന്നാളത്തെ 5 എണ്ണത്തിന് അത് ഉൾപ്പെടുത്താം. ഓക്കെ ശരി ശരി. അപ്പൊ ശരി കാണാം. ഓ ഞാൻ തത്സമയം ഞാൻ ഇവിടെ ഉണ്ട്. നീ വന്നേ ചന്ദ്ര, നീ ഒന്ന്. നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വള്ളി കേസിന്റെ അടുത്തോട്ട് എന്നെ കൊണ്ട് ഇട്ട് കൊടുക്കരുതെന്ന്. നമ്മുടെ ഗജൂട്ടന്റെ ഞാൻ പറഞ്ഞ കൂടി പോയ ചന്ദ്ര. എടാ ഒരു കോ ലീഡറായിട്ട് ആക്ട് ചെയ്യടാ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ക്രൂഷ്യൽ ഒരു പവർഫുൾ ഡേയില്. അണ്ണൻ അന്വേഷിച്ചു നമ്മള്. പിന്നെ അപ്പൊ അണ്ണൻ അറിയിക്കണ്ടേ? നാളെ അവൻ വല്ല വന്നിട്ട് അവൻ വലിയ ദാതമല്ലായിട്ട് ഇവിടെ വന്നിട്ട് മറ്റേ വീഡിയോ കട്ടറായിട്ട് ഈ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അപ്പം അപ്പൊ ആദ്യത്തെ 3 റിക്രൂട്ട്മെന്റ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി ഒരു 2 പേരും കൂടി നമ്മുടെ അതിനകത്തോട്ട് വരുന്നുണ്ട്. ആൻഡ് അടുത്തതും ഒരു ഗൺ പവർ ബേസിസിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് വി ആർ വെൽക്കമിങ് മാസ് സ്നൈപ്പ് ടു TVA as TVA Snipe. Welcome to TVA brother. Mass Snipe to TVA. ഇനി അടിക്കാലല്ലേ എല്ലാത്തിനും? മീൻസ് ആളാവശ്യത്തിനായില്ലേ? ആവശ്യത്തിന് Let's go. Guys, ഇവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും നമ്മുടെ ടിവി കയറാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ട് റിക്രൂട്ട്മെന്റിന് ആരുടെയും എടുത്ത് പോയിട്ടില്ല. ചടഞ്ഞു കുത്തി നിൽക്കുകയാണ് ചാവാറായരെ പോലെ. This is illegal. Oh my fucking god. Hello. Hello. സോറി ബ്രോ, നമ്പർ ഹലോ സ്നൈപ്പേ. വെൽക്കം ടു TVA ബ്രോ. പഴയ കാര്യങ്ങൾ അന്ന് TV വേഴ്സസ് മാസം ഉണ്ടായപ്പം നീ എന്നെ ഒന്നൊന്ന് പറഞ്ഞത് എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് നിനക്ക് വിഷയമുള്ള കാര്യമല്ല, എനിക്ക് വിഷയമുണ്ട്. ഞാൻ എല്ലാവരുടെയും ഓർമ്മയിൽ ജീവിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു. അപ്പൊ എടാ വെൽക്കം ടു TVA. അതൊന്നും ഓർത്ത് വെക്കണ്ട. പഴയ കാര്യങ്ങളൊക്കെ പഴയത്. നീ കളിച്ച കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ വെൽക്കം ടു TVയുടെ എന്തോ പറയാനുള്ള RP ജേണി ഒന്ന് പറയോ? എല്ലാരും TKRP DC ആയിരുന്നു. ഇവിടെ സിയോണില് മാസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ TV അല്ലേ? ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. അല്ല അത് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം. നമുക്ക് സേതു അല്ല മലയാളിയും സേതുവും മറ്റേ കമ്പനിയാണ്. പുള്ളി ഒരു സീബർ ഹാൻഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അറിയാം സേതുവിന് എന്തായാലും. അതെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ് സേതു ഞാനും. എന്തോ കേട്ടില്ല. സേതുവിന് കമ്പനി കണ്ണാപ്പി ആയിട്ടാന്ന് പറഞ്ഞു. അതെ അത് കണ്ണാപ്പിയാണ് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. പക്ഷെ സേതു എന്നോട് നല്ല കമ്പനിയാണ്. പക്ഷെ സേതു കുറച്ച് നല്ല അറ്റാച്ച്ഡ് ആണ് കണ്ണാപ്പിയായിട്ട്. കണ്ണാപ്പി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഒരു ഫ്രണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഇവനെ അങ്ങോട്ട് വിടുന്നതിന് മുമ്പ് ഓക്കെ അങ്ങനെയാണ് നീ കൊണ്ടുവാ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നൈപ്പിനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. സോ സ്നൈപ്പിന്റെ കൂടെ വി ആർ വെൽക്കമിങ് മാസ് ഇറ്റാച്ചി ടു TVA as TVA ഇറ്റാച്ചി. വെൽക്കം ടു TVA ബ്രദർ. വെൽക്കം ബ്രോ. അപ്പൊ ആ
ഒരു കോംബോ ഒരുമിച്ചങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. ആൻഡ് അവർ ഒരുമിച്ചായിരിക്കും ഒരു കോംബോയിലായിരിക്കും ഇനി തൊട്ട് കളിക്കണത്. സോ സ്നൈപ്പും ഇറ്റാച്ചിയും ഒരുമിച്ച് ഒരു കോംബോയിൽ ഒരു വണ്ടിയിൽ കളിച്ചോളും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റാച്ചിയും സ്നൈപ്പിനെ നമ്മൾ ഒരുമിച്ചങ്ങ് വിട്ടിരിക്കുന്നു. സോ വെൽക്കം ടു TVA ബ്രദർ. സരക്കെന്തി കത്തിയോ? ഇറ്റാച്ചിയുടെ പേര് പറഞ്ഞപ്പോഴേ ഫിൽട്ടർ IGL എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മെയിൻ IGL കത്തി. അയ്യോ. സോ നമുക്ക് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് ഇവരെ ഇറ്റാച്ചിയുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിൽട്ടർ IGL ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞത്. ഫിൽട്ടർ IGL മറ്റവൻ വേസ്റ്റ് ആണ്, അവൻ വെറും പായാളവൻ. അവൻ വെറും പായ. മറ്റേ അനിയന് പൈസ കൊടുത്ത് ഗെയിം കളിപ്പിക്കണ ഫുണ്ട. അതാണ് ഒരു ഗ്യാങ്ങിന്റെ ലീഡർ ആയിട്ട് എങ്ങനെ ഇരുന്നു. ഗ്യാങ്ങിന്റെ ലീഡർ ആർക്കും പോയി ഇറ്റാച്ചി. അപ്പൊ വെൽക്കം ടു TVA ഇറ്റാച്ചി. ഇപ്പോഴും ഇങ്ങനെ എതിരെ നിക്കാതെ അടുത്ത് വന്ന് നിക്കിറ്റാച്ചി. ഇറ്റാച്ചി എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. അങ്ങനെ പറഞ്ഞ എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോണം. ആദ്യമായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴെന്തെങ്കിലും ആദ്യമായിട്ട് ELD DC മാസിനോടൊക്കെ എല്ലാരോടും താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാരോടും താങ്ക് യു പറയണം. അത്ര തന്നെ. എനിക്കിപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സേതുവിനോടൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? അതെ സേതുവിനോട് പറഞ്ഞിരുന്നല്ലേ. അപ്പൊ എന്തായാലും വെൽക്കം ടു TVA. എടാ രണ്ടുപേർക്കും വെൽക്കം. നേരെ വീട്ടിലോട്ട് വാ. നിങ്ങള് അപ്പൊ ഇനി എത്ര ദിവസമാണ്? 15 ദിവസമാണോ കൂൾ ഡൗൺ? 14 ദിവസം അല്ലേ? ഓക്കെ. വാ വീട്ടിലോട്ട് കയറാം. നാളെ മുതലേ കൂട്ടത്തുള്ളൂ. കാരണം നാളെ മുതലേ കൂട്ടത്തുള്ളൂടാ. നാളെ പോലെ അവര് ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ഇറങ്ങത്തുള്ളൂ. ഓ ഓക്കെ. ഞാൻ ബാഡ്ജ് ഇടാൻ വെയിറ്റ്. ഫ്ലഫി നിക്കും കൂടെ ഇപ്പുറത്തിരിക്കട്ടെ. അപ്പൊ എല്ലാരും ഇത് നിക്ക് പരിചയപ്പെട്ടല്ലേ? ഇനി ഒരാളും ഫ്ലഫി നിക്ക്. ഹലോ ഫ്ലഫി ഡേ. ഒരു നിരത്തി ഒരു ബാഡ്ജിട്ട് അങ്ങോട്ട്. ഇറ്റാച്ചി. വെൽക്കം ഗൈസ്, വെൽക്കം. വാ എല്ലാരും അകത്തോട്ടുണ്ട്. ബുള്ളറ്റ് അല്ലടാ ഇത്. എടാ എന്റെ